നമസ്കാരം. കലാമണ്ഡലം ഹൈദരാലിയുടെ അനുസ്മരണ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ പോയപ്പോഴാണ് കലാമണ്ഡലം ഹൈദരാലിയെ ഓർക്കാൻ വൈകിപ്പോയല്ലോ എന്ന് ഞാൻ ഓർത്തത്. കലാമണ്ഡലം ഹൈദരാലി മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2006 ജനുവരി 5-നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം ദാരുണമായ മരണമായിരുന്നു. സ്വാഭാവികമായ മരണമായിരുന്നില്ല, ഒരു റോഡപകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തൃശ്ശൂരിലെ മുള്ളൂർക്കരയിൽ അദ്ദേഹം സ്വന്തം മാരുതി കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു മണൽ ലോറിയോട് ആ വാഹനം ഇടിച്ചിട്ട് ആ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മരിച്ചു പോവുകയും ആ കാറിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പിന്നീട് കാറ് തന്നെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കേണ്ടി വരികയും ചെയ്തു. അപ്പോഴേക്ക് കലാമണ്ഡലം ഹൈദരാലി മരിച്ചിരുന്നു. 20 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. കലാമണ്ഡലം ഹൈദരാലിയുടെ മരണം ഒരു മഹാദുരന്തമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ വിസ്മയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ചേർത്ത് ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഓർത്താൽ വിസ്മയം എന്നാണ്. ഞാൻ എപ്പോഴും ആ പേര് ഓർത്ത് നോക്കാറുണ്ട്. എത്ര അന്വർത്ഥമാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം. ഓർക്കും തോറും നമ്മുടെ ഉള്ളിൽ വിസ്മയം കത്തി വരുന്ന ഒരു ജന്മമാണ് കലാമണ്ഡലം ഹൈദരാലിയുടേത്. അദ്ദേഹം ജനിച്ചത് വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരിയിലെ ഒരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ, അതും അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള പട്ടിണി പാവങ്ങളുടെ ഒരു കുടുംബത്തിലാണ്. ഓട്ടുപാറയിലെ മൊയ്തുട്ടിയുടെയും ഫാത്തിമയുടെയും മകനായിട്ടാണ് ഹൈദരാലി പിറക്കുന്നത്. ഹൈദരാലി എന്നാണ് പേരെങ്കിലും നാട്ടുകാരൊക്കെ അവനെ സ്നേഹപൂർവ്വം ബാപ്പുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ബാപ്പുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. എന്തുകൊണ്ടെന്നാൽ ബാപ്പുട്ടിയുടെ ചുണ്ടിൽ എപ്പോഴും ഒരു മൂളിപ്പാട്ടുണ്ടാകും. പാട്ടുകാരൻ ബാപ്പുട്ടി എന്നാണ് അവനെ ആളുകൾ വിളിച്ചിരുന്നത്. സംഗീതം എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത്, പാട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ശേഷിയില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവൻ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് പാടി നടന്ന ബാപ്പുട്ടിയെ എല്ലാവരും പാട്ടുകാരൻ ബാപ്പുട്ടി എന്ന് വിളിച്ചു. പക്ഷെ അപ്പോഴും കേരള കലാമണ്ഡലത്തിൻ്റെ പടി കടന്നു ചെന്ന് ഒരു മുസ്ലിം കുട്ടി പാട്ട് പഠിക്കും എന്ന് ആരും ഓർത്തിട്ടേയില്ല. പക്ഷെ അത് സംഭവിച്ചു. അതാണ് ആ ജീവിതത്തിലെ ഏറ്റവും വലിയ വിസ്മയം. ഏത് കാലത്താണെന്ന് ഓർക്കണം. 46-ലാണ് ബാപ്പുട്ടി ജനിക്കുന്നത്, അല്ലെങ്കിൽ കലാമണ്ഡലം ഹൈദരാലി പിറക്കുന്നത് 1946 ഒക്ടോബർ 6-നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ്. അത് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ ചേരാനുള്ള പ്രായം ഏതാണ്ട് 10 വയസ്സാണ്. 1957-ലാണ് കലാമണ്ഡലത്തിൽ ചേരുന്നത്. അന്നൊരു കുട്ടി കലാമണ്ഡലത്തിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പിൽക്കാലത്ത് നേരിട്ടതുപോലുള്ള പ്രശ്നങ്ങളാവണമെന്നില്ല. കലാമണ്ഡലത്തിൽ ചേരാൻ ഇന്നും നമ്മുടെ മുസ്ലിം സമുദായം വേണ്ട വിധം താല്പര്യം കാണിക്കാറില്ല. കാരണം കേരള കലാമണ്ഡലം എന്ന അഭിമാന സ്ഥാപനത്തിൽ, മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച അഭിമാന സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളാണ് പഠിപ്പിക്കുന്നത്, കേരളത്തിൻ്റെ ലോകോത്തരങ്ങളായ ക്ലാസിക് കലാരൂപങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നതൊക്കെ ശരിയാണെങ്കിലും മുസ്ലിം സമുദായം ആ സ്ഥാപനത്തെ കാണുന്നത് ക്ഷേത്രകലകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ്. ഇന്നും ആ സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് പോലും കേരള കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് പ്രത്യേക സമീപനം, അവരോട് സാമൂഹ്യമായ വിലക്കുകൾ, പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 കുട്ടികൾ, മൻസിയ, റൂബിയ എന്നീ 2 സഹോദരിമാർ കേരള കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കാൻ പോയ കാലത്തുണ്ടായ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, വിലക്കുകളൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ്. ഈ സമീപകാലത്ത് പോലും എന്ന് പറഞ്ഞാൽ 47 കാലത്ത് കലാമണ്ഡലത്തിൽ ചേരാൻ കലാമണ്ഡലം ഹൈദരാലി ചെന്നപ്പോൾ ഉണ്ടായിരിക്കാനിടയുള്ള വിലക്കുകൾ, ഒന്ന് ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂർക്കാരനായതുകൊണ്ട് മലബാറിലുണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാം. കാരണം കലകളോട് കുറെ കൂടി തുറന്ന സമീപനം സ്വീകരിക്കുന്ന, അത് കണ്ടു വളർന്ന ഒരു നാടാണല്ലോ വടക്കാഞ്ചേരി. കലയുടെ ഒരു നാട് തന്നെയാണ്. നാട്ടിൽ നിന്ന് വിലക്കുകൾ ഇല്ലാതിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കലാമണ്ഡലം ഹൈദരാലി പഠിക്കുന്നത് കഥകളി സംഗീതമാണ്. കഥകളി എപ്പോഴും അരങ്ങേറുന്നത് ക്ഷേത്രവളപ്പിനകത്താണ്. ക്ഷേത്രവളപ്പിനകത്ത് നടക്കുന്ന കഥകളിയിൽ പാട്ടുപാടാൻ അദ്ദേഹം പഠിക്കുന്നത് കഥകളി സംഗീതം എന്ന് പറഞ്ഞാൽ കഥകളി പദങ്ങൾ അഭ്യസിച്ച് പാട്ട് പാടുകയാണ്. കഥകളിക്ക് 2 രൂപമുണ്ടല്ലോ, സംഗീതവും ഉണ്ട്, നൃത്തവും ഉണ്ട്. നൃത്തം നടക്കുന്നത് എപ്പോഴും ക്ഷേത്രങ്ങൾക്കകത്താണ്. പാട്ടുപാടേണ്ടത് കഥകളി നടക്കുന്ന വേദിയുടെ പിന്നണിയിലാണ്. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്ഷേത്ര കലാരൂപത്തിന് അഹിന്ദുവായ ഒരാൾക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധ്യമാണോ? അങ്ങനെ സാധിച്ചാൽ തന്നെ എങ്ങനെയാണ് കഥകളിക്ക് സംഗീതം പാടാൻ ഇവന് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നൽകാനാവുക? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിനകത്ത് എങ്ങനെയാണ് കഥകളി പദം പാടാൻ ഒരു മുസ്ലിം കുട്ടിക്ക് പ്രവേശനം നൽകുക? തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ അദ്ദേഹം വിസ്മയത്തോടെ പലയിടത്തും അത്ഭുതകരമായ ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് കഥകളി നടക്കുമ്പോൾ ആ കഥകളിക്ക് വേണ്ടി സംഗീതം പാടാൻ ചെന്ന പയ്യൻ മുസ്ലിമായി എന്നതുകൊണ്ട് കഥകളി പാട്ടുകാരൻ ആ ചെറുപ്പക്കാരൻ്റെ പാട്ട് പാടാൻ വേണ്ടി മാത്രം ക്ഷേത്രത്തിൻ്റെ മതില് പൊളിച്ച് പാട്ടുപാടാൻ ക്ഷേത്രത്തിന് പുറത്തും കഥകളി ക്ഷേത്രത്തിനകത്തുമായി നടന്ന അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇന്ന് ഓർക്കുമ്പോൾ വലിയ വിസ്മയം തന്നെയാണ്, വലിയ കൗതുകം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം, ഈ കലയെ
മാനവികതയുടെ ഒരു വിശുദ്ധ രൂപങ്ങളായി വിശുദ്ധമായ ഒരു തലത്തിൽ കണ്ട കുറേ നല്ല ഗുരുക്കന്മാരെ കിട്ടി എന്നതാണ്. അദ്ദേഹത്തെ കഥകളി സംഗീതം പഠിപ്പിച്ച ആചാര്യന്മാരായ ഗുരുക്കന്മാരെ അദ്ദേഹം എപ്പോഴും അങ്ങേയറ്റത്തെ ആദരവോടെ ഓർക്കുന്നുണ്ട്, ആവർത്തിച്ച് ഓർക്കുന്നുണ്ട്. നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കാവുങ്ങൽ മാധവ പണിക്കർ, കലാമണ്ഡലം ഗംഗാധരൻ തുടങ്ങിയ ഗുരുക്കന്മാരാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വാർത്തെടുത്തത്. അവരാണ് അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചത്. സംഗീതം എന്ന പാരാവാരത്തിൻ്റെ ഏതാണ്ട് കഷ്ടിച്ച് നീന്താനെങ്കിലും അദ്ദേഹത്തെ പഠിപ്പിച്ചത് അവരാണ് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പകർന്നു കൊടുത്തു. ജാതിയും മതവും ഭേദമില്ലാതെ പ്രതിഭ അല്ലെങ്കിൽ സംഗീതം ആ കുട്ടിക്ക്, പ്രപഞ്ചത്തിൻ്റെ താളം ആ കുട്ടിക്ക് പകർന്നു കൊടുത്തു. അങ്ങനെയാണ് കഥകളി പദം അദ്ദേഹം അഭ്യസിക്കുന്നത്. കഥകളി സംഗീതം പഠിച്ചിട്ട് അദ്ദേഹത്തിന് അരങ്ങേറ്റം, അദ്ദേഹം കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആദ്യത്തെ പ്രാഥമിക പഠനം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 57 പഠനം തുടങ്ങി 60 അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം നടന്നു. അത് കഴിഞ്ഞ് പിന്നെയും 5 കൊല്ലം അദ്ദേഹം ഉപരിപഠനം നടത്തിയിട്ടാണ് കലാമണ്ഡലത്തിൽ നിന്ന് പോരുന്നത്. അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം 2 എണ്ണം അദ്ദേഹം മറികടന്നു. ഒന്ന്, കലാമണ്ഡലത്തിൽ ചേരാൻ ഒരു മുസ്ലിം കുട്ടിക്ക് കഴിയും, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ കഴിയും, അരങ്ങേറ്റം നടത്താൻ കഴിയും. ഇതൊക്കെ മുസ്ലിം സമുദായത്തിനും സാധ്യമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. 2, അദ്ദേഹത്തിന് കഥകളിക്ക് പദങ്ങൾ പാടാൻ എവിടെയെങ്കിലും വിലക്കുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കഥകളി പദം പാടുന്ന ഹൈദരാലിയെ മാറ്റി നിർത്തുകയല്ല, ക്ഷേത്രം അതിൽ പൊളിച്ചിട്ടായാലും ഹൈദരാലി പാടട്ടെ എന്ന ഒരു സമീപനം, നവോത്ഥാനപരമായൊരു നയം മിക്ക ക്ഷേത്ര കമ്മിറ്റികളും സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് 2 സമുദായങ്ങളും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ, 2 സമുദായങ്ങളുടെയും മനസ്സിൻ്റെ മതിലുകളെ ഭേദിക്കാൻ കഴിഞ്ഞ ഒരു കലാകാരനായിട്ട് ഹൈദരാലി മാറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2ാമത്തെ വിസ്മയം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വന്നു. ഈ കല കൊണ്ട് മാത്രം ജീവിക്കാനാവുമോ? വല്ലപ്പോഴും കിട്ടുന്ന ഏതാനും കഥകളി വേദികൾക്ക് പാട്ടുപാടിയാൽ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം. പ്രത്യേകിച്ച് അദ്ദേഹം യുവാവായി ജീവിതം തുടങ്ങാൻ, വിവാഹം കഴിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരുപക്ഷെ കലാമണ്ഡലം ഹൈദരാലി ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് പരേതനായ MKK നായർ എന്നാണ് ഉത്തരം. MKK നായർ ഒരു വലിയ മനുഷ്യനാണ്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം വെറും IAS ഉദ്യോഗസ്ഥനായിരുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്നയാളാണ്. ഒട്ടേറെ മഹത്തായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹം കളമശ്ശേരിയിലെ FACTയുടെ MD ആയിരുന്നു, മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഫാക്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഒരു ഘട്ടത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാനുമായിരുന്നത്. ആ 2 പദവിയിലും ഇദ്ദേഹം ഇരുന്നത് കൊണ്ട് വലിയ അനുഗ്രഹം കിട്ടിയത് കലാമണ്ഡലം ഹൈദരാലിക്കാണ്. കലാമണ്ഡലത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൽ അധ്യാപകനാവാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹം ലോകം മുഴുക്കെ കഥകളി പദങ്ങളുടെ ആചാര്യനായി, കഥകളി പദങ്ങളുടെ വലിയ ഉസ്താദായി അദ്ദേഹം മാറി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഫാക്ട് ഹൈസ്കൂളിൽ അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിക്കാനുള്ള അധ്യാപകൻ്റെ ജോലിയും MKK നായർ കൊടുത്തു. അതുകൊണ്ട് സർക്കാരിൻ്റെ ശമ്പളം മുടങ്ങാതെ കിട്ടുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ കഥകളി സംഗീതത്തിലേക്ക് കൂടുതൽ സമയം വിനിയോഗിക്കാനും തൻ്റെ കുടുംബം പട്ടിണിയിലാവുമോ എന്ന ആശങ്ക ദൂരീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുരന്തമായിരുന്നെങ്കിൽ ആ ജീവിതം ഒരു വലിയ വിസ്മയം തന്നെയായിരുന്നു. അദ്ദേഹം ആത്മകഥയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് കൊടുത്ത പേര് ഓർത്താൽ വിസ്മയം എന്നാണ്, ഓർക്കുന്തോറും വിസ്മയം. അതേസമയത്ത് പിന്നീട് വളരെ വിസ്തരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മകഥ പോലെ എഴുതിയിട്ടുണ്ട്. ആത്മകഥയാണ്, പക്ഷെ എഴുതിയത് അദ്ദേഹമല്ല. അത് കേട്ടെഴുതാൻ കലാനിരൂപകനുണ്ടായി, ഡോക്ടർ NP വിജയകൃഷ്ണൻ. തൊട്ടടുത്ത നാട്ടുകാരനാണ്. ഡോക്ടർ NP വിജയകൃഷ്ണൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ വളരെ വിസ്തരിച്ച് കേട്ടെഴുതിയിട്ടുണ്ട്. മനോഹരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിന് മഞ്ജുതരം എന്നാണ് പേര്. തീർച്ചയായിട്ടും മഞ്ജുതരം വായിക്കണം എന്ന് മാത്രമല്ല, കലാമണ്ഡലം ഹൈദരാലിയെ ആദരപൂർവ്വം, വിസ്മയപൂർവ്വം ഓർക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്, ഇക്കാലത്തല്ല എക്കാലത്തും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.